ഷിജല വന്നാൽ ഈ രണ്ട് മിസ്റ്റേക്സ് ആരും ചെയ്യാതെ നോക്കണം. പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്സ് എല്ലാ വയറിളക്കത്തിനും കഴിക്കാതിരിക്കുക. ആന്റിബയോട്ടിക്സ് സെലക്റ്റീവായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, വയറിളക്കം നിൽക്കാനുള്ള ഗുളിക ഒരിക്കലും കഴിക്കാൻ പാടില്ല. കണ്ടീഷൻ മോശമാവത്തേ ഉള്ളൂ. വയറിളക്കം, ശക്തമായ പനി, വയറിന് കഠിനമായ വേദന, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡും പഴുപ്പും കാണുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഷിജല്ലയാണോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കണം. കുട്ടികളെ പ്രായമായവരെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോപ്പ് ഉപയോഗിച്ച് ഹാൻഡ് വാഷിങ്, പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോയതിനു ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുന്നേ. വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നാൽ അവരുടെ ആഹാരം ഷെയർ ചെയ്യാതിരിക്കുക. അവരുപയോഗിക്കുന്ന ടവലും പ്ലേറ്റും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അസുഖം ഭേദമായാലും ആഴ്ചകളോളം രോഗിയുടെ മലത്തിൽ ബാക്ടീരിയ കാണും. അതുകൊണ്ട് രോഗം ഭേദമായിട്ട് 2 ആഴ്ചയെങ്കിലും പാചകം ചെയ്യാതിരിക്കണം. ചെറിയ അളവിൽ പോലും ഈ ബാക്ടീരിയ മാരകമായിട്ടുള്ള അസുഖം ഉണ്ടാക്കും. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട.